ബാംഗ്ലൂർ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേനൽ മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു മഴ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളാണ് കേട്ടോ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്നത്. അത് മാത്രമല്ല ആകെ മൊത്തം ഒരു മിസ്സിങ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലേ വേനൽ മഴയ്ക്ക് എന്ത് നാട് എന്ത് ബാംഗ്ലൂർ എന്ന്. ആരാ പറഞ്ഞില്ല എന്ന്. നമ്മുടെ വേനൽ മഴയ്ക്ക് പണ്ടൊക്കെ നമുക്കൊരു എക്സ്ട്രാ ബോണസും കൂടെ കിട്ടുമായിരുന്നു. എന്താണെന്നല്ലേ, ദാ ഈ കാണുന്ന മാമ്പഴങ്ങൾ. പണ്ടൊക്കെ വേനലവധി കാലമാകാൻ നോക്കിയിരിക്കും. എന്തിനാണെന്നല്ലേ, ഓരോ മഴയത്തും ഓരോ കാറ്റത്തും വീണ മാമ്പഴങ്ങളെല്ലാം പെറുക്കി വെച്ച് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും നമ്മളെ നോക്കി അങ്ങനെ ഇരിക്കും. അവിടെ ചെന്നിട്ട് പോന്നു കഴിഞ്ഞാലോ പിന്നെ വീട്ടിൽ മൊത്തം ആകെ ഒരു മാമ്പഴത്തിന്റെ ബഹളമാണ്. മാമ്പഴ പുളിശ്ശേരി, മാങ്ങ പച്ചടി, പിന്നെ മാമ്പഴം കൊണ്ടുള്ള ജ്യൂസ്, അങ്ങനെ വേണ്ട മൊത്തം മാമ്പഴത്തിന്റെ ഒരു മയമാണ്. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമ്മ ഈ മാങ്ങ ഒന്ന് വിട്ടുപിടിച്ചുകൂടെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ അതിന്റെയൊക്കെ വില മനസ്സിലായി തുടങ്ങിയത്. പണ്ടത്തെ മഴയത്തും കാറ്റത്തും ഒക്കെ ഒറ്റവട്ടത്തിൽ കിട്ടിയിരുന്ന മാമ്പഴമൊക്കെ ഇപ്പോൾ നമ്മൾ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ്. എന്താണെങ്കിലും മാമ്പഴം കഴിക്കാനായിട്ട് അമ്മയും അച്ഛനും നാട്ടിൽ നിന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാനും എനിക്ക് ക്ഷമയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പോയി അൽഫോൺസ് മാങ്ങ ഇങ്ങനെ വാങ്ങിച്ചു. നമ്മുടെ ബാംഗ്ലൂരിലെ സ്പെഷ്യൽ ആയിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ എല്ലാ ദിവസവും മാങ്ങ ജ്യൂസും അതേപോലെ തന്നെ മാമ്പഴ പുളിശ്ശേരിയൊക്കെയാണ്. എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു മാങ്ങ വെച്ചുള്ള ആ മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റൊന്നും ഇതിന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ കേട്ടോ. ഇപ്പൊ വീട്ടിൽ മുഴുവൻ മാമ്പഴം കൊണ്ടുള്ള വെറൈറ്റി ഡിഷസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട്. പണ്ട് ഞാൻ എൻ്റെ അമ്മയോട് വെച്ചിരുന്ന അതേ ചോദ്യം എൻ്റെ മകൻ എന്നോടും ചോദിക്കും. എന്താണെന്നല്ലേ, അമ്മേ ഈ മാമ്പഴം ഒന്ന് മാറ്റി പിടിച്ചൂടെ.